നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ജോമി പുലവേലിൽ. പ്രധാന വാർത്തകൾ. പാചകവാതക വിലവർദ്ധനവിനെതിരെ ഞീഴൂരിൽ പ്രതിഷേധ പൊങ്കാല. കായികരുത്ത് വിളിച്ചോതി ഞീഴൂരിൽ കേരളോത്സവത്തിന് തുടക്കം. അലിമുഴിക്കൽ വില്ലേജിന്റെ ശ്രാദ്ധം ഒരുക്കങ്ങൾ ആരംഭിച്ചു. ശ്രാദ്ധം നവംബർ 5-ന്. സംഘശക്തിയും ഐക്യവുമായി കാട്ടാമ്പാൽ കിഴക്കുതാളം NSS കുടുംബസംഗമം. ഞീഴൂരിൽ പാചകവാതക വിലവർദ്ധനവിനെതിരെ പ്രതിഷേധ പൊങ്കാല ജ്വലിച്ചു. NREGA CITUവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിപക്ഷം സബ്സിഡി നിരക്കിൽ 12 പാചകവാതക സിലിണ്ടർ നൽകണമെന്നായിരുന്നു പ്രധാന ആവശ്യം. പാചകവാതക വില വർധനവില് സ്ത്രീകൾ സംഘടിതരായി രംഗത്ത് ഇറങ്ങി പ്രതിഷേധാഗ്നി ജ്വലിപ്പിച്ച് പ്രതിഷേധ പൊങ്കാലയിട്ടാണ് സ്ത്രീകൾ പ്രതിഷേധിച്ചത്. ഞീഴൂർ ഗ്രാമപഞ്ചായത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തകരായ CITU അനുഭാവികളായ തൊഴിലാളികളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തി സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയത്. ഒരു വർഷത്തിൽ കുറഞ്ഞത് 12 സിലിണ്ടറെങ്കിലും സബ്സിഡി നിരക്കിൽ നൽകണമെന്നായിരുന്നു സമരക്കാരുടെ പ്രധാന ആവശ്യം. NREGA വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ നൂറുകണക്കിന് സ്ത്രീകൾ പങ്കെടുത്തു. സമര പരിപാടി NREGA വർക്കേഴ്സ് യൂണിയൻ CITU ഞീഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുഷമ ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. CPM നേതാക്കളായ സണ്ണി രാഘവൻ, PK മോഹനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് ഓഫീസുകളുടെ മുമ്പില് അല്ലെ പഞ്ചായത്ത് കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മുടെ പ്രതിഷേധത്തിന്റെ പൊങ്കാല തീർക്കുകയാണ്. പ്രതിഷേധത്തിന്റെ പൊങ്കാല എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ത്യ രാജ്യം മുഴുവനും വിലക്കയറ്റം കൊണ്ട് ആളുകൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ പത്രം തുറന്നപ്പോൾ അല്ലെ ഇന്ന് രാവിലെ നമ്മൾ വാർത്ത വെച്ചപ്പോൾ കേട്ടത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചു. നിങ്ങൾക്കറിയാം, പാചകവാതകം എന്ന് പറഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നം തന്നെയാണ്. പെട്രോളിയം ശുദ്ധീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉപോൽപ്പന്നമായിട്ട് നമുക്ക് പാചകവാതകത്തെ കാണാൻ കഴിയും. ആ പാചകവാതകം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അപ്രാപ്യമായ രീതിയിൽ അതിന്റെ വിലവർധന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിലവർധന നടത്തുമ്പോൾ ജനങ്ങളുടെ നേരെ നോക്കി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് പറയുന്നത്, നിങ്ങൾ മരം വെച്ച് പിടിപ്പിക്കൂ, ആ മരം വെച്ച് വലുതായി കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പാചകം ചെയ്താൽ മതി എന്ന തരത്തിൽ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും ഇളിപ്പരാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും NREGA തൊഴിലാളികളെ സംബന്ധിച്ച് 8 മണിക്ക് അവർക്ക് ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെടേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് ജോലി തീർക്കണമെങ്കിൽ തീർച്ചയായും അടുക്കളയിലെ പണികൾ ചെയ്യണമെങ്കിൽ പാചകവാതകം ലഭ്യമാകാതെ തരമില്ല. ഈ പാചകവാതകത്തിന്റെ വിലവർധന ഇതുപോലെ കുതിച്ചുയരുന്ന സാഹചര്യത്തില് ജീവിതം ദുസ്സഹമായി തീർന്നിരിക്കുകയാണ്. അത് കഴിക്കുന്നതിനുള്ള അതായത് ഔപചാരികമായ ഉദ്ഘാടനം സംഘാടക മികവ് വിളിച്ചോതി ഞീഴൂരിൽ കേരളോത്സവം നടത്തി. മത്സരങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ മണിലാൽ ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങളുടെ സജീവ പങ്കാളിത്തം മത്സരങ്ങളിൽ നിറഞ്ഞു നിന്നു. ഞീഴൂർ ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിന് അത്യുജ്വല തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ മണിലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ജോൺസൺ കൊട്ടകാപ്പള്ളി അധ്യക്ഷനായിരുന്നു. മെമ്പർമാരായ PK മോഹനൻ, ചെറിയാൻ K ജോസ്, പോൾ ജോർജ്, ലൂസമ്മ ജെയിംസ്, ബിന്ദു ഷാബു, സുഷമ ശിവരാമൻ, സന്തോഷ് NK, ആനീസ് ദാസ്, ജോസഫ് തോപ്പിൽ എന്നിവർ ചടങ്ങിൽ നേതൃത്വം നൽകി. കേരളത്തിലെ യുവജനങ്ങളുടെ കലാപരവും കായികപരവുമായ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും അവസരമൊരുക്കുന്നതിനുമാണ് കേരളോത്സവം പഞ്ചായത്ത് നടത്തപ്പെടുന്നത്. യുവതി യുവാക്കളുടെ സർഗശേഷികൾ മാറ്റിവെക്കുന്നതിനുള്ള രംഗമായാണ് കേരളോത്സവത്തെ മുഖ്യമായും കണക്കാക്കുന്നത്. കേരളോത്സവം വിപുലവും കുറ്റമറ്റതും കൂടുതൽ യുവജന പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് പഞ്ചായത്ത് കേരളോത്സവം സംഘടിപ്പിച്ചത്. ഞീഴൂർ ഗ്രാമപഞ്ചായത്തിൽ വെള്ളിയാഴ്ച കേരളോത്സവത്തിന് തുടക്കം കുറിച്ചു. കായിക മത്സരങ്ങളാണ് നടത്തുന്നത്. ഫുട്ബോൾ മത്സരം ഞീഴൂർ സെൻട്രൽ ജംഗ്ഷന് സമീപത്തുള്ള ഗ്രൗണ്ടിലും, ഷട്ടിൽ മത്സരം പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള ഗ്രൗണ്ടിലും, വോളിബോൾ മത്സരം NS ഹൈസ്കൂളിലുമാണ് ക്രമീകരിച്ചിരുന്നത്. ശനിയാഴ്ച രാവിലെ കലാമത്സരങ്ങൾ നടത്തപ്പെടും. ഞീഴൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് കലാമത്സരങ്ങൾ നടക്കുന്നത്. കേരളോത്സവത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ മണിലാൽ. സംസ്ഥാന യുവജന ബോർഡും പ്രധാന സ്വയംഭരണ സ്ഥാപനവും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന കേരളോത്സവം 26-27 തീയതികളിൽ ഞീഴൂർ പഞ്ചായത്ത് ആഘോഷപൂർവ്വം ആഘോഷിക്കുകയാണ്. കായിക മത്സരം 26-ാം തീയതി വിശ്വഭാരതി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിലും, കലാമത്സരം 27-ാം തീയതി രാവിലെ പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിലും വെച്ച് വിവിധ മത്സരങ്ങൾ നടത്തുകയാണ്. 20-ാം തീയതി മുതൽ കേരളോത്സവത്തിൻ്റെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ യുവജനങ്ങളുടെ കായികവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും അതിന് പ്രോത്സാഹനം നൽകുന്നതിനും അവരുടെ തനത് കഴിവുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും അതിന് അംഗീകാരം നേടുന്നതിനുമുള്ള ഒരു വേദിയാണ് നമ്മുടെ കേരളോത്സവം.
അതിന് ഞീഴു പഞ്ചായത്തിലെ എല്ലാ ജനങ്ങളിലെയും സജീവമായ സാന്നിധ്യം ഉണ്ട്. അത് വലിയ ഗ്രാമത്തിൻ്റെ തന്നെ ഒരു ഉത്സവമാക്കി മാറ്റുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിയും ജനങ്ങളും ഒത്തൊരുമയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞീഴു ഗ്രാമപഞ്ചായത്തിൻ്റെ കേരളോത്സവം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് 10 മണിക്ക് ഉദ്ഘാടനം ചെയ്തുകൂടി ആരംഭിച്ചു കഴിഞ്ഞു. അത് വിശ്വഭാരതി സ്കൂളിലെ ഗ്രൗണ്ടിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഐറ്റം മത്സരങ്ങളിലും മുൻ വർഷങ്ങളിലേക്കാളും നന്നായിട്ട് പിള്ളേർ പങ്കെടുക്കുന്നുണ്ട്. പിള്ളേരുടെ സജീവ സാന്നിധ്യം നടക്കുന്നുണ്ട്. നാളെ, അതായത് ശനിയാഴ്ചയാണ് കലാമത്സരങ്ങളുടെ സമാപനത്തോട് ബന്ധപ്പെട്ട് ഉള്ള സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ മണിലാൽ ഉദ്ഘാടനം ചെയ്യും. 7 മണിക്ക് നാടൻ പാട്ടുകൾ, അതായത് ഞീഴൂർ പ്രവർത്തിക്കുന്ന പതികുലത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നാടൻ പാട്ട് മത്സരങ്ങൾ 3000 മീറ്റർ മത്സരമാണ്. ഈ ഗ്രൗണ്ടിന് 15 റൗണ്ട് ആയിരിക്കും. പുണ്യശ്ലോകൻ പനങ്കുഴിക്കൽ വില്ലേജിന്റെ ശ്രാദ്ധം നവംബർ 5-ന്. ശ്രാദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. നവംബർ 5-ന് പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളും പുന്നാപ്പള്ളി വീട്ടിൽ ശ്രാദ്ധസദ്യയും നടക്കും. പുണ്യശ്ലോകൻ പനങ്കുഴക്കൽ വല്യച്ഛന്റെ 469 ചരമവാർഷികത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. നവംബർ 5-നാണ് കുറവലങ്ങാട്ട് ചരമവാർഷിക ആചരണ പരിപാടികൾ നടക്കുന്നത്. പുരാതനമായ പള്ളിവീട് കുടുംബത്തിന്റെ ഒരു ശാഖയായ പനങ്കുഴക്കൽ കുര്യന്റെയും കുടമാളൂർ ഇടവക കുത്തുകല്ലുങ്കൽ ഏലിയുടെയും മകനായി 1479 ജനിച്ച യാക്കോബാണ് വല്യച്ഛൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. തന്റെ പിതൃ സഹോദരനും കുറവലങ്ങാട്ട് പള്ളിയുടെ വികാരിയുമായിരുന്ന വലിയ കുര്യപ്പച്ചൻ വൈദികന്റെ കൂടെ പള്ളിമുറിയിൽ താമസിക്കുകയും വൈദിക വൃത്തിക്ക് ആവശ്യമായ പരിശീലനം വലിയ കുര്യപ്പച്ചനിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് 1502 ചെറിയത് യാക്കോബ് പുരോഹിതനായി ശുശ്രൂഷ ആരംഭിച്ചു. മാറി യാക്കോബ് മെത്രാനിൽ നിന്ന് പട്ടം സ്വീകരിച്ചതായാണ് വിശ്വസിച്ചു പോരുന്നത്. വൈദികനായി അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ യാക്കോബച്ചൻ കുറവലങ്ങാട് പള്ളി വികാരിയായി ചുമതലയേറ്റു. അക്കാലത്താണ് പ്രസിദ്ധമായ ആനവാതിൽ സംഭവം നടക്കുന്നതും തുടർന്ന് ആനവാതിൽ ചക്കര നേർച്ച ആരംഭിക്കുന്നതും. ആനവാതിൽ സംഭവത്തിന് ശേഷം കുറവലങ്ങാട്ട് പള്ളിയിലെ 3 നോയമ്പ് തിരുനാളിന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്നും ദേവസ്വം വക ആനയെ അയക്കുകയും അതിനു പകരമായി ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കുറവലങ്ങാട് പള്ളിയിൽ നിന്നും മുത്തുകുടകൾ കൊടുത്തയക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ തമ്മിൽ നിലനിന്നിരുന്ന ഈ വലിയ മതസൗഹാർദ്ദത്തെ പറ്റി 1938 അന്നത്തെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യർ കുറവലങ്ങാട്ട് വന്നപ്പോൾ കുറവലങ്ങാട്ടെ പൗരാവലി അദ്ദേഹത്തിന് നൽകിയ മംഗളപത്രത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിരുന്നത് ചരിത്ര പശ്ചാത്തലം വിളിച്ചോതുകയാണ്. ആന എഴുന്നള്ളിപ്പും ആനവായിൽ ചക്ര നേർച്ചയും ഇന്നും നിലനിന്നു പോരുന്നുണ്ട്. ഉദരരോഗങ്ങൾ പ്രത്യേകിച്ച് നോവ് സുഖപ്പെടുന്നതിന് ഒരു പ്രത്യേക സിദ്ധി ചെറിയത് യാക്കോബച്ചനിൽ ഉള്ളതായി ജനങ്ങൾ അന്ന് വിശ്വസിച്ചു പോന്നിരുന്നു. ഇപ്പോഴും വല്യച്ഛന്റെ ശ്രാദ്ധദിനത്തിൽ നേർച്ചവീട്ടിൽ പങ്കെടുക്കുന്നവരെല്ലാം ഈ വിശ്വാസം വെച്ചു പുലർത്തുന്നുമുണ്ട്. വല്യച്ഛൻ അവസാന കാലഘട്ടം കുടമാലൂർ പള്ളിയിലാണ് കഴിച്ചുകൂട്ടിയത്. അവിടെ താമസിച്ചിരുന്ന കാലത്ത് ധാരാളം ഉദരരോഗികളെ പ്രാർത്ഥനയാൽ സുഖപ്പെടുത്തിയതായി വിശ്വസിപ്പിക്കപ്പെട്ടു പോരുന്നു. കത്തോലിക്ക സഭ ഔദ്യോഗികമായി വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ കേരള ക്രൈസ്തവർ തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി കരുതി പോരുന്ന പുണ്യപുരുഷനാണ് പനങ്കുഴക്കൽ വല്യച്ഛൻ. വല്യച്ഛന്റെ ചരമദിനം ഒക്ടോബർ 26 തീയതി ആണെങ്കിലും ജൂലിയൻ കലണ്ടറിൽ നിന്ന് ഗ്രിഗോറിയൻ കലണ്ടറിലേക്ക് വന്ന മാറ്റം കണക്കാക്കി ചരമവാർഷികം നവംബർ 5-നാണ് ആചരിക്കുന്നത്. വല്യച്ഛന്റെ നേർച്ചസാദം 468 വർഷമായി ഇന്നും മുടങ്ങാതെ കൊണ്ടുപോരുന്നു എന്നത് അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാർക്ക് എന്നും അഭിമാനത്തിന്റെ വലിയ വക നൽകുന്നുണ്ട്. ഈ വർഷം നവംബർ 5-ന് തിങ്കളാഴ്ച വല്യച്ഛന്റെ 469 ചരമവാർഷിക ആചരണമാണ് നടക്കുന്നത്. നവംബർ 4-ന് ഞായറാഴ്ച വൈകിട്ട് 6-ന് കുറവലങ്ങാട്ട് പള്ളിയകത്തുള്ള കബറിടത്തങ്ങൾ അനുസ്മരണ പ്രാർത്ഥനകളും ഒപ്പീസ് നടക്കും. വല്യച്ഛന്റെ കുടുംബാംഗങ്ങളും വിശ്വാസികളും കബറിടത്തങ്ങൾ കത്തി നിൽക്കുന്ന 7 തിരി ഓട്ടുനിലവിളക്കിൽ എണ്ണ പകർന്ന പ്രത്യേക പ്രാർത്ഥനകൾക്ക് സാക്ഷ്യം വഹിക്കും. തുടർന്ന് കുറവലങ്ങാട് ദേവമാതാ കോളേജ് ജംഗ്ഷനിലുള്ള സ്മാരക പാർക്കിൽ യതീഞ്ഞും നടക്കും. ശ്രാദ്ധ ദിവസം നവംബർ 5-ന് തിങ്കളാഴ്ച രാവിലെ 7:30-ന് കുറവലങ്ങാട് പള്ളിയിൽ ആഘോഷമായ റാസകുർബാനയും കബറിടത്തങ്ങൾ ഒപ്പീസും നടക്കും. ഉച്ചയ്ക്ക് 12-ന് പനങ്കുഴക്കൽ കുടുംബത്തിന്റെ ശാഖയായ പുന്നാപ്പള്ളിയിൽ വീട്ടിൽ വെച്ച് നേർച്ച ശ്രാദ്ധവും നടക്കും. നേർച്ച കാഴ്ചകൾക്ക് സ്മാരക പാർക്കിലും പള്ളിയകത്തുള്ള കബറിടത്തെങ്കിലും വിപുലമായ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അംഗശക്തിയും ഐക്യവുമായി കാട്ടാമ്പാക്ക് കിഴക്കുഭാഗം NSS കരയോഗം കുടുംബസംഗമം നടത്തി. സംഗമത്തിൽ NSS ഡയറക്ടർ ബോർഡ് അംഗം കരികുമാർ കോവിക്കൽ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ CR വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചാത്തമറ്റത്ത് രാമകൃഷ്ണ സ്മാരക സ്റ്റേജിന്റെ ഉദ്ഘാടനവും നടന്നു. കാട്ടാമ്പാക്ക് കിഴക്കൻ ഭാഗം 336 നമ്പർ NSS കരയോഗത്തിന്റെ കുടുംബസംഗമം കരയോഗം ആസ്ഥാനത്ത് പ്രൗഢഗംഭീരമായ തുടക്കം കുറിച്ചു. മന്നം നഗറിൽ വെച്ച് വൈക്കം താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ CR വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗ നടപടികൾ ആരംഭിച്ചത്. दीपो हरतु मे पापम् दीपज्योतिर्नमोऽस्तु ते. മേളയിൽ
ചടങ്ങിൽ ചാത്തമറ്റത്തിൽ രാമകൃഷ്ണൻ നായർ സ്മാരക സ്റ്റേജിന്റെ ഔപചാരികമായ ഉദ്ഘാടനം NSS ഡയറക്ടർ ബോർഡ് അംഗം ശ്രീ ഹരികുമാർ കോയിക്കൽ നിർവഹിച്ചു. കൂടാതെ കരയോഗങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശ്രീഭദ്ര ജീവകാരുണ്യനിധി സമാഹരണം നടന്നു. 80 വയസ്സിനു മേലുള്ള മാതാപിതാക്കളെ ഉപഹാരം നൽകി ആദരിക്കൽ, മിൽമയുടെ ക്ഷീരമിത്ര അവാർഡ് കരസ്ഥമാക്കിയ വനിതാ സമാജ സെക്രട്ടറി ഇന്ദിരാ ഹരിദാസ്, സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ തുടർച്ചയായി 3 വർഷം കഥകളി സംഗീതത്തിന് A ഗ്രേഡ് ലഭിച്ച ഹരിപ്രിയ വെട്ടിമല, അമേരിക്കയിൽ നടന്ന സ്പെഷ്യൽ സ്കൂൾ ഒളിമ്പിക്സ് നീന്തലിന് വെങ്കല മെഡൽ കരസ്ഥമാക്കിയ ലിബിൻ ബേബി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ, പ്രതിനിധി സഭാംഗങ്ങൾ, മേഖലാ കരയോഗ വനിതാ സമാജ ഭരണസമിതി അംഗങ്ങൾ, മറ്റു കരയോഗ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രസ്തുത സമ്മേളനത്തിൽ എല്ലാ കരയോഗ കുടുംബങ്ങളിൽ നിന്നും മുഴുവൻ അംഗങ്ങളും കൃത്യസമയത്ത് തന്നെ ചടങ്ങിൽ പങ്കെടുക്കുകയും ചടങ്ങ് വൻ വിജയമാക്കി തീർക്കുകയും ചെയ്തു. കരയോഗം പ്രസിഡന്റ് MM ഹരിദാസൻ നായർ സ്വാഗതവും യൂണിയൻ പ്രസിഡന്റ് CR വിനോദ് കുമാർ അധ്യക്ഷ പ്രസംഗവും നടത്തി. ചാത്തമറ്റത്തിൽ രാമകൃഷ്ണൻ നായർ സ്മാരക സ്റ്റേജ് ഉദ്ഘാടനം NSS ഡയറക്ടർ ബോർഡ് അംഗം ഹരികുമാർ കോയിക്കൽ നിർവഹിച്ചു. 80 വയസ്സിനുമേൽ പ്രായമുള്ള അംഗങ്ങളെ ആദരിക്കൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് S മധു നടത്തി. അനുമോദനവും ഉപഹാര സമർപ്പണവും യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് NG ബാലചന്ദ്രൻ നിർവഹിച്ചു. ശ്രീഭദ്ര ജീവകാരുണ്യനിധി സമാഹരണം യൂണിയൻ സെക്രട്ടറി KV വേണുഗോപാൽ നിർവഹിച്ചു. വാർദ്ധക്യകാല പെൻഷൻ വിതരണം മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് PGM നായർ നിർവഹിച്ചു. ഞീഴൂർ മേഖലാ പ്രസിഡന്റ് N പത്മനാഭപിള്ള, ഞീഴൂർ മേഖലാ സെക്രട്ടറി AN അനിൽകുമാർ, ഞീഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഞീഴൂർ മേഖലാ വനിതാ സമാജം പ്രസിഡന്റും ശ്രീലേഖ മണിലാൽ, വനിതാ സമാജ സെക്രട്ടറി ഇന്ദിരാ ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു. ഹരികുമാർ കോയിക്കൽ അവരുകളെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ഇന്നത്തെ യോഗത്തിൽ സംബന്ധിച്ചിരിക്കുന്ന കരയോഗ അംഗങ്ങളെ, വിവിധ കരയോഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കരയോഗത്തിന്റെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, വനിതാ സമാജം പ്രവർത്തകരെ, ബാലസമാജം പ്രവർത്തകരെ, കരയോഗ അംഗങ്ങളെ, ആദ്യമായി കാട്ടാമ്പാക്ക് കിഴക്കമ്പാകം 336 നമ്പർ എന്ന 309 ആദ്യമായി ഏവർക്കും സ്വാഗതം. ഇനി ഒരു ഇടവേള.